കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളും ഷെക്കേന ടിവിയുടെ പ്രിയ സ്നേഹിതരുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃസ്നേഹം ആവോളം അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അമ്മയുടെ സംരക്ഷണ വലയം നമുക്ക് ചുറ്റും അമ്മ തീർത്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിൽ അമ്മ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അമ്മ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ ദൂത് നമുക്ക് കൈമാറി തന്ന പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മോട് എത്രമാത്രം സംസാരിച്ചാലും മതിവരില്ല. പരിശുദ്ധ അമ്മ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അമ്മ കൂടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ട് നമ്മോട് സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ സാന്നിധ്യം, ഈ ലോകത്തിലെ സാന്നിധ്യം നമുക്കൊക്കെ വലിയ അനുഗ്രഹമാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ അമ്മമാര് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തൊരു അനുഗ്രഹമാണ്. അമ്മയുള്ള ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തൊരാശ്വാസമാണ്. സാധാരണഗതിയിൽ ഒരുപക്ഷെ 99% അമ്മമാരും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കരുതലോടെ സ്നേഹത്തോടെ മക്കളെയും ഭർത്താവിനെയും കുടുംബത്തെയും ഒക്കെ പരിരക്ഷിക്കുന്നവരും സംരക്ഷിക്കുന്നവരും ഒക്കെയാണ്. അവിടെയും ഇവിടെയൊക്കെ 1-2 പേർ ഒരുപക്ഷെ അല്പം വ്യത്യസ്തമായ രീതിയിൽ കുടുംബത്തിൽ ബുദ്ധിമുട്ടായി മാറിയ സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ അമ്മ എന്ന് പറയുമ്പോൾ അത് വലിയൊരു ആശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രതീകമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ അമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലുവാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ അമ്മയില്ലാത്ത ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അമ്മയുടെ അസാന്നിധ്യം ഒരു ഭവനത്തിൽ അനുഭവിക്കുമ്പോൾ തീർച്ചയായും അത് അല്പം ഖേദകരവും വേദനാജനകവുമാണ്. അമ്മ ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ അമ്മമാരുടെ ജീവിതത്തിൽ നമ്മൾക്ക് അത് അനുഭവിക്കുവാൻ സാധിക്കും. അമ്മയുടെ സാന്നിധ്യം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അമ്മയുടെ സാന്നിധ്യം നമ്മളൊക്കെ ആഗ്രഹിക്കുക? കാരണം നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അപ്പനും അമ്മയും നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. അമ്മയുടെ ആ സ്നേഹമാണ് നമ്മൾ ചെറുപ്പം മുതൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ചാണ് നമ്മൾ വളർന്നത്. അമ്മയുടെ ആ സംരക്ഷണത്തിലാണ് നമ്മളെപ്പോഴും ആയിരുന്നത്. അമ്മ നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് ഞാൻ വളർന്നത്. പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെ അമ്മമാരോട് നമുക്ക് വലിയൊരു സ്നേഹമുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മളൊക്കെ ലോകത്ത് പല വ്യക്തികളും അമ്മമാരുടെ മരണശേഷം വേദനിക്കുകയും അസ്വസ്ഥതപ്പെടുകയും
ചെയ്യുന്നുണ്ട്. അമ്മ ജീവിച്ചിരുന്നപ്പോൾ കിട്ടിയ ആ ഒരു സുരക്ഷിതത്വം അമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലഭിക്കാത്തതിൻ്റെ ആ ഒരു അസ്വസ്ഥത. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ അമ്മയായിരുന്ന മമ്മ മാർഗരറ്റ് മരിച്ച ആ ദിവസം അമ്മയുടെ ശവസംസ്കാരം കഴിഞ്ഞ ഉടനെ ഡോൺ ബോസ്കോ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ പോയി അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, അമ്മ ഈ ലോകത്തിൽ എനിക്ക് നൽകിയ എൻ്റെ ഈ ലോകത്തിലെ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇനി സ്വർഗത്തിലെ അമ്മയായ നീ ഈ ലോകത്തിൽ എനിക്ക് അമ്മയായിരിക്കണം. ഡോൺ ബോസ്കോയുടെ ഈ വാക്കുകൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അച്ചട്ടായി നിറവേറിയതായി നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തിലെ അമ്മ ഡോൺ ബോസ്കോയുടെ കൂടെ ഈ ലോകത്തിൽ സഞ്ചരിച്ച് ആ വൈദികനെ ഒരു വിശുദ്ധ വൈദികനാക്കി മാറ്റിയത് സ്വർഗത്തിലെ അമ്മയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ സ്വർഗത്തിലെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഈ ലോകത്തിൽ തന്നെ നമ്മുടെ അമ്മയായി നമ്മൾ സ്വീകരിക്കണം. വിശുദ്ധ യോഹന്നാൻ സ്ലീഹായെ കുരിശിൽ കിടന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ നൽകിയപ്പോൾ, അമ്മയെ യോഹന്നാന് നൽകിയപ്പോൾ, യോഹന്നാനെ അമ്മയ്ക്ക് നൽകിയപ്പോൾ ഈശോ നമ്മളെയൊക്കെയാണ് അമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുക. അപ്പോൾ നമ്മളൊക്കെ അമ്മയെ ഈ ലോകത്തിൽ തന്നെ നമ്മുടെ അമ്മയായി ഏറ്റെടുക്കുമ്പോൾ, ഈ ലോകത്ത് ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ അമ്മമാര് കൂടെയില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ പരിശുദ്ധ മറിയം ആ വിടവ് നികത്തും. നമ്മുടെ അമ്മമാർക്ക് ചെയ്യാൻ സാധിക്കാതിരുന്നതിൻ്റെ ഒരു 100 മടങ്ങിൽ കൂടുതൽ പരിശുദ്ധ കന്യകാമറിയം അമ്മയായി നിന്നുകൊണ്ട് നമുക്ക് ചെയ്തു തരും. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മുടെ അമ്മയായി നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. യോഹന്നാൻ സ്ലീഹ പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചതുപോലെ നമ്മളും അമ്മയെ സ്വീകരിക്കണം. അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് വലിയ ഒരു മാതൃസ്നേഹത്താൽ പൊതിയപ്പെടുന്ന അനുഭവം ഈ ലോകത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിവിധ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ചും ഈ വിവിധ പ്രത്യക്ഷപ്പെടലുകളിൽ പരിശുദ്ധ അമ്മ നമ്മളുമായി പങ്കുവെച്ച സന്ദേശങ്ങളും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 2-3 വർഷമായി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങളും അമ്മ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളുമൊക്കെ എൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് അനുഗ്രഹമായിരിക്കും. നമ്മൾ അമ്മയുടെ സന്ദേശങ്ങൾ കേട്ട് മറക്കുന്നവരാണോ, അതോ അമ്മയുടെ സന്ദേശങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ഏതെങ്കിലും ഒരു സന്ദേശം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുന്നവരാണോ എന്ന് ഇന്നൊന്ന് പരിശോധിക്കുന്നത് ഉചിതമാണ്. നമ്മുടെ അമ്മമാര് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഈ അമ്മമാര് പറഞ്ഞ കാര്യങ്ങൾ പലതും നമ്മൾ കേട്ട് മറന്നു കളയുന്നു. എന്നാൽ അമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ആ അമ്മയുടെ ആ വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ വില, അമ്മയുടെ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് അനുഭവിക്കണമെങ്കിൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തുടങ്ങണം. എങ്കിലേ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളുടെ വിലയും. അമ്മ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു അത് മറന്നു പോകുന്നു. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമായി മാറാതെ പോകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സന്ദേശവും നമ്മുടെയൊക്കെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ വേണ്ടിയാണ്
സ്വർഗം പരിശുദ്ധ അമ്മയെ നമ്മുടെ അടുത്തേക്ക് അയച്ചിരിക്കുക. അതുകൊണ്ട് അമ്മയുടെ സന്ദേശങ്ങൾ ശ്രവിക്കുന്നവരാ മാത്രമാകാതെ അത് പ്രവർത്തിക്കുന്നവരുമായി മാറുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇത്രയും നാളും പരിശുദ്ധ അമ്മയുടെ വിവിധ പ്രത്യക്ഷപ്പെടലുകളെ കുറിച്ച് നമ്മൾ കണ്ടപ്പോൾ അതൊരു 99% പ്രത്യക്ഷപ്പെടലുകളും ഇന്ത്യക്ക് പുറത്ത് സംഭവിച്ചവയാണ്. ചില പ്രത്യക്ഷപ്പെടൽ നമ്മൾ കണ്ടു. വേളാങ്കണ്ണി മാതാവിൻ്റെയും കുറവലങ്ങാട് അമ്മയുടെയൊക്കെ പ്രത്യക്ഷപ്പെടലുകൾ നമ്മൾ നമ്മുടെ ഭാരതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കൂടുതൽ പ്രത്യക്ഷപ്പെടലുകളെല്ലാം നമ്മൾ പഠിച്ചത്, നമ്മൾ കണ്ടത് ഈ ഭാരതത്തിന് വെളിയിൽ നടന്ന പ്രത്യക്ഷപ്പെടലുകളാണ്. അതും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടന്ന പ്രത്യക്ഷപ്പെടലുകൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയുള്ള ഈ എപ്പിസോഡുകളിൽ അല്പകാലം നമ്മൾ നമ്മുടെ ഇടയിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്ന ചില സവിശേഷമായ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ കാണുവാൻ പരിശ്രമിക്കുകയാണ്. മെജ്ജൂരിയെ കുറിച്ചൊരു നീണ്ട പരമ്പര തന്നെ നമ്മൾ ഷെക്കിന ടിവിയിലൂടെ ശ്രവിക്കുകയുണ്ടായി. ഇനി നമ്മുടെ കൊച്ചു കേരളത്തിൽ പരിശുദ്ധ അമ്മ ആരും അറിയപ്പെടാതെ ജീവിക്കുന്ന ചില വ്യക്തികളിലൂടെ, അറിയപ്പെടാത്ത സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ സന്ദേശമായി കടന്നു വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്രകാരമുള്ള ഒരു വ്യക്തിയാണ് കഞ്ചിക്കോട്ടെ റാണി ജോൺ. കഞ്ചിക്കോട്ടെ റാണി ചേച്ചിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി ഇടപെടുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഷെക്കീന ടിവി തന്നെ കഴിഞ്ഞ ചേച്ചിയുടെ ദൈവിക ഇടപെടലുകളും സന്ദേശങ്ങളും സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ യൂട്യൂബിലൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിൽ റാണി ചേച്ചിയിലൂടെ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ റാണി ചേച്ചിയിലേക്ക് നൽകിയ സന്ദേശങ്ങൾ നിങ്ങളുമായി ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? പരിശുദ്ധ കന്യകാമറിയം കഞ്ചിക്കോട് റാണി ജോണിന് നൽകിയിരിക്കുന്ന സന്ദേശങ്ങളുടെ പ്രാധാന്യം അത്രമാത്രം വലുതാണ്. പരിശുദ്ധ കന്യകാമറിയം ഈ റാണി ചേച്ചിയെ തിരഞ്ഞെടുത്ത് ദൈവ അനുഭവങ്ങളാൽ പൊതിഞ്ഞ് അമ്മയുടെ സന്ദേശങ്ങൾ കൈമാറിയത് ഈ ഒരു ആത്മാവിന് വേണ്ടി മാത്രമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, 1996 മുതൽ 2002 വരെയുള്ള ആ കാലഘട്ടം ഈശോയിൽ നിന്ന് 4 സന്ദേശങ്ങളും പരിശുദ്ധ അമ്മയിൽ നിന്ന് 47 സന്ദേശങ്ങളും പ്രത്യേകമായി രണ്ടും കൂടെ കൂട്ടി 51 സവിശേഷമായ ദൂതുകളാണ് സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ റാണി ചേച്ചിക്ക് കൈമാറിയിരിക്കുന്നത്. ഈ ദൂതുകൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് കേരളത്തിലുള്ള നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പരിശുദ്ധ അമ്മ ഈ ദൂതുകൾ നമുക്ക് പങ്കുവയ്ക്കുന്നത് അത് ആ വ്യക്തിക്ക് വേണ്ടിയോ ഈ വ്യക്തിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ സംസാരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളണം. ഇനി പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെടുന്നു, ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു, അവിടെ സംസാരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലായിടത്തും നമ്മൾ ഓടി നടക്കേണ്ട കാര്യമില്ല. പരിശുദ്ധ കത്തോലിക്ക സഭ അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും അതിൽ ഈ സ്ഥലം സന്ദർശിക്കുന്നതിന് തെറ്റില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന, സഭ ഏറ്റെടുത്തിരിക്കുന്ന സന്ദേശങ്ങളും വെളിപ്പെടുത്തലുകളും വെളിപാടുകളും നമ്മൾ സ്വീകരിക്കണം. നമ്മൾക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട പല സ്ഥലങ്ങളും നമ്മൾ കാണുമ്പോൾ ആധികാരികമായി ഇത് ഉൾക്കൊള്ളുവാൻ അതിൻ്റെ ഒരു മാനദണ്ഡം
സഭ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. സഭ പെട്ടെന്നൊന്നും ഇപ്രകാരമുള്ള സ്വകാര്യ വെളിപ്പെടുത്തലുകൾ അംഗീകരിക്കില്ല. സഭ ആദ്യം ഒരു വൈദികനെ അല്ലെങ്കിൽ ഒരു മെത്രാനെ അത് പഠിക്കാനായിട്ട് നിയോഗിക്കും. ഈ മെത്രാനോ വൈദികനോ അല്ലെങ്കിൽ സഭ നിയോഗിച്ചിരിക്കുന്ന വ്യക്തികൾ അത് ആധികാരികമായിട്ട് തന്നെ പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. രണ്ട് സ്ഥലത്തെ മെത്രാനാണ് അതിൻ്റെ ആ പഠനത്തിൻ്റെയൊക്കെ അതിൻ്റെ പ്രാരംഭ കാര്യങ്ങൾ ആരംഭിക്കുക. അങ്ങനെ സ്ഥലത്തെ മെത്രാന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഈ ദൈവിക ഇടപെടലുകളുടെ പഠനമൊക്കെ ആരംഭിക്കുക. ഇപ്രകാരം സഭ പഠിക്കുകയും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയും സഭ തൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഏറ്റെടുക്കുകയും സ്ഥലത്തെ മെത്രാനായ പാലക്കാട് രൂപതയുടെ മെത്രാനായ ജേക്കബ് മാനത്തോടത്ത് പിതാവ് തന്നെ ഈ വെളിപ്പെടുത്തലുകൾ സാക്ഷ്യമായി നമുക്ക് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റാണി ചേച്ചിയിലൂടെ പരിശുദ്ധ അമ്മ നൽകിയിരിക്കുന്ന സന്ദേശങ്ങൾ നമുക്ക് സംശയമില്ലാതെ നമുക്ക് സ്വീകരിക്കാം. അത് നമ്മൾ സ്വീകരിക്കണം. കാരണം അത് ഈ കാലഘട്ടത്തിൻ്റെ സന്ദേശങ്ങൾ. അത് പരിശുദ്ധ അമ്മ നമുക്ക് വ്യക്തിപരമായി നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുത്ത് നമ്മോട് സംസാരിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് കഞ്ചിക്കോട്ടെ റാണി ചേച്ചിയിലൂടെ ദൈവം നൽകിയ സന്ദേശങ്ങളും ആ സ്ഥലവും ആ വീടും പരിസരവും എല്ലാം അത് സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകുന്ന ഇടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളണം. ഇനി വരുന്ന ഏതാനും എപ്പിസോഡുകളിൽ കഞ്ചിക്കോട് റാണി ചേച്ചിയിലൂടെ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകിയ സന്ദേശങ്ങളാണ് നമ്മളിനി പരിചയപ്പെടുവാനും ഉൾക്കൊള്ളുവാനും പോവുക. കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിൽ കഞ്ചിക്കോട്ടെ റാണി ചേച്ചിക്ക് നൽകിയ സന്ദേശങ്ങൾ ഉൾപ്പെടുത്താൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞു ഈ സന്ദേശങ്ങളുടെ പ്രാധാന്യം. രണ്ട്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ റാണി ചേച്ചിക്ക് നൽകിയ സന്ദേശങ്ങൾ നിറവേറപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല സന്ദേശങ്ങളും ഈ കാലഘട്ടത്തിൽ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചില വളരെ ശക്തമായ താക്കീതുകൾ റാണി ചേച്ചിയിലൂടെ പരിശുദ്ധ അമ്മ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം, ഏറ്റെടുക്കണം. അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണം. നമ്മുടെ നാട്ടിൽ പരിശുദ്ധ അമ്മ കടന്നു വന്ന് നൽകിയ സന്ദേശങ്ങൾ അത് നമ്മുടെ ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റൊരു ചെവിയിൽ കൂടി പാഴായി പോകുന്ന അവസ്ഥയുണ്ടാകരുത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വിലപ്പെട്ട സന്ദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് റാണി ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ചേച്ചി എപ്രകാരമാണ്, അല്ലെങ്കിൽ റാണി ചേച്ചി എന്നൊരു വ്യക്തി ആരാണ് എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും എനിക്ക് തോന്നുന്നു. 1970 മെയ് മാസം 2-ാം തീയതിയാണ് ചേച്ചി ജനിച്ചത്. തൃശ്ശൂർ അതിരൂപതയിലുള്ള മണ്ണമ്പേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, തൃശ്ശൂർ അതിരൂപതയിലുള്ള സ്ഥലത്താണ് ചേച്ചിയുടെ ജനനം. പിന്നീട് 1977 മെയ് മാസം 15-ാം തീയതി ചേച്ചി പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. റാണി ചേച്ചിയുടെ മാതാപിതാക്കളായിരുന്ന ആന്റണി ചേട്ടനും അന്നമ്മ ചേച്ചിയും ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ കന്യകാമറിയത്തോടുമുള്ള ആഴമുള്ള ഭക്തിയിലും സ്നേഹത്തിലും ചേച്ചിയെ വളർത്തിക്കൊണ്ടുവന്നു. റാണി ചേച്ചിക്ക് മൂത്ത മറ്റ് 6 സഹോദരിമാരുണ്ട്. അവരിളയ സഹോദരിയാണ് ചേച്ചി വളർന്നു വരിക. ചെറുപ്പം മുതൽ തന്നെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ആ വിശ്വാസം, വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ അമ്മയോടുമുള്ള ആ വലിയൊരു സ്നേഹത്തിലാണ് ചേച്ചി ചെറുപ്പം മുതൽ വളർന്നു വന്നത്. പിന്നീട് 1977 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയ് മാസം 15-ാം തീയതി ചേച്ചിയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ സമയത്ത്
ആ ദിവസം ഒരു പ്രത്യേകമായ ദൈവീക അനുഭവം ചേച്ചിക്കുണ്ടാവുക. അതിൻ്റെ 7ാമത്തെ വയസ്സിലാണ്. കൊച്ചുനാളിൽ തന്നെ ഒരു ദൈവീക ഇടപെടൽ ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായി. തൻ്റെ പ്രഥമ ദിവികാരുണ്യ സ്വീകരണ ദിവസം. അതിനുശേഷം പിന്നീട് ചേച്ചിയുടെ ചെറുപ്പകാലത്ത് തന്നെ, കൊച്ചുനാളിൽ തന്നെ, കുട്ടിക്കാലത്ത് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ദൈവ അനുഭവങ്ങൾ ചേച്ചിക്ക് ലഭിക്കുവാൻ തുടങ്ങി. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ അനുഭവത്തിലൂടെ ചേച്ചി വളർന്നു വന്നു. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഓരോ സ്ഥലങ്ങളിലും നമ്മൾ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ പരിശോധിക്കുമ്പോൾ കൊച്ചു കുട്ടികളെയാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശവാഹകരായി അമ്മ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുക. അന്നൊന്നും ആരും പുറലോകമൊന്നും അറിയുന്നില്ല. ചേച്ചി അല്പം പ്രായമാക്കിയതിനു ശേഷമാണ് ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. കൊച്ചുനാൾ മുതൽ പരിശുദ്ധ അമ്മ ഈ മകളെ ഏറ്റെടുത്തിരുന്നു. പിന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നീട് തൻ്റെ 15ാമത്തെ വയസ്സിൽ റാണി ചേച്ചി ഒരു സന്യാസിനിയാകുവാനായി ഒരു മഠത്തിൽ ചേരുകയാണ്. മഠത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പ്രീ ഡിഗ്രി പഠിച്ചു. അതിനുശേഷം നേഴ്സിംഗ് പഠിച്ചു. ഈ കാലഘട്ടത്തിൽ വിവിധ രീതിയിലുള്ള രോഗങ്ങൾ ചേച്ചിയെ ബാധിച്ചിരുന്നു. ഇത് പലരുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മ സന്ദേശവാഹകരായി തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇതേ അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല രീതിയിലുള്ള സഹനങ്ങൾ ചെറുപ്പം മുതൽ കടന്നു വരുന്നു. പ്രത്യേകിച്ച് ശാരീരികമായ പീഡനകൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ കടന്നു വരുന്നു. അങ്ങനെ മഠത്തിൽ ചേർന്ന ഈ സമയത്ത് ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ കടന്നു വന്ന് നേഴ്സിംഗ് പഠനമൊക്കെ ഒരു കഷ്ടപ്പെട്ട് പൂർത്തിയാക്കിയ ചേച്ചി ഒരു ദിവസം ധ്യാനത്തിനായിട്ട് പോവുകയാണ്. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ധ്യാനത്തിൽ പങ്കെടുത്തിരുന്ന, അല്ലെങ്കിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന ഒരച്ഛൻ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ റാണി ചേച്ചിയോട് പറഞ്ഞു, നിന്റെ വിളി ഇതുപോലെയുള്ള ഒരു സന്യാസ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് പ്രൊഫഷനിലേക്കോ ആണെന്ന് തോന്നുന്നില്ല. ദൈവം ഒരു വേറിട്ട വിളിയാണ് നിനക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഈ വൈദികൻ ഒരുപക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ചേച്ചിയുമായി പങ്കുവച്ചു. ഒരു വേറിട്ട വ്യത്യസ്തമായ ഒരു വിളിയാണ് മകൾക്ക് ദൈവം നൽകിയിരിക്കുന്നത് എന്ന് പങ്കുവെച്ച ഈ സന്ദേശം ചേച്ചി ഉൾക്കൊണ്ടു. അങ്ങനെ അതിനുശേഷം ചേച്ചി മഠത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. തൻ്റെ ഈ വേറിട്ട ദൈവവിളി എന്താണ് എന്ന് പ്രാർത്ഥനയിൽ ചേച്ചി അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. മഠത്തിൽ നിന്നും തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം പ്രാർത്ഥനയിലും പരിത്യാഗത്തിലുമൊക്കെ ചേച്ചി തൻ്റെ വ്യത്യസ്തമായ ഈ ഉന്നതമായ ഒരു ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ കാത്തിരുന്ന വർഷങ്ങളായിരുന്നു. അങ്ങനെ 1992 ഒക്ടോബർ മാസം 21-ാം തീയതി തൻ്റെ ഭർത്താവുമായ ജോണുമായിട്ടുള്ള വിവാഹം നടക്കുന്നു. മണ്ടമ്പേട്ട വീടുണ്ടായിരുന്ന ചേച്ചി തൻ്റെ വിവാഹത്തിന് ശേഷം തൻ്റെ ഭർത്താവിനോട് കൂടെ ഭർത്താവിൻ്റെ സ്ഥലമായ കഞ്ചിക്കോട്ട്, പാലക്കാട് രൂപതയുടെ കീഴിലുള്ള കഞ്ചിക്കോട്ടേക്ക് താമസം മാറ്റുകയും അങ്ങനെ അവിടെ ഒരു കുടുംബ ജീവിതം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ ജോണിനോട് ചേർന്ന് ആരംഭിക്കുകയും ചെയ്തു. ദൈവം ഈ ജോൺ ചേട്ടനെയും റാണി ചേച്ചിയെയും പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ദൈവിക പദ്ധതികൾക്ക് വേണ്ടി, ദൈവിക വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടി ഒന്നിപ്പിക്കുകയാണ്. അങ്ങനെ ആ കുടുംബത്തിൽ ഇവർ ആരംഭിച്ച ആ കൊച്ചു വീട്ടിലാണ് സ്വർഗം തൻ്റെ അഭിഷേകമായി കടന്നു വരിക. ജോണിയേട്ടനും റാണി ചേച്ചിയെ മനസ്സിലാക്കുവാനും, ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും യേശുവേ പിതാവിന് കൃപ ലഭിച്ചതുപോലെ റാണി ചേച്ചിയെ മനസ്സിലാക്കുവാനും ചേച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൈവിക ഇടപെടലൊക്കെ ഉൾക്കൊള്ളുവാനും ഉള്ള കൃപ ജോണിയേട്ടനും ദൈവം നൽകി. നല്ലൊരു ഭർത്താവായി, നല്ലൊരു അപ്പനായി ഈ മകൻ റാണി ചേച്ചിയോട് കൂടെ
ദൈവിക പദ്ധതികളോട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന കാലഘട്ടം. ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ ഈ കുടുംബത്തെ, ഇവരുടെ വീട് തന്നെ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയാണ്. അവിടെ തന്നെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ചില പ്രത്യേകമായ ഇടപെടലുകൾ ഈ വീട്ടിൽ തന്നെ സംഭവിക്കുകയാണ്. ഇതൊക്കെ വളരെ വ്യക്തമായി നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ ഈ ഓരോ ദൈവിക ഇടപെടലുകളെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം. 1996 നവംബർ മാസം 2-ാം തീയതി സകല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസം റാണി ചേച്ചി വേളാങ്കണ്ണി പള്ളിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. വേളാങ്കണ്ണി പള്ളിയിൽ പ്രാർത്ഥിക്കുവാൻ പോയ റാണി ചേച്ചിക്ക് അവിടെ ഒരു വളരെ വ്യത്യസ്ത രീതിയിലുള്ള ഒരു ദൈവ അനുഭവം ഉണ്ടാവുകയാണ്. അത്ഭുതകരമായി ഒരു ജപമാല പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് റാണി ചേച്ചിക്ക് സമ്മാനിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ പലരും സമ്മാനങ്ങൾ നൽകിയിട്ടുള്ളവരാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ അമ്മമാരായിക്കോട്ടെ, നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, പലരിൽ നിന്ന് നമ്മൾ സമ്മാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് പരിശുദ്ധ അമ്മ ഒരു അത്ഭുതകരമായ ഒരു ജപമാല ചേച്ചിക്ക് സമ്മാനിക്കുകയാണ്. സകല ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ദിവസം നവംബർ മാസം 2-ാം തീയതി. എത്രമാത്രം അനുഗ്രഹമാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന സത്യം എന്താണ്? പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അത് സ്വർഗത്തിൽ മാത്രമല്ല എന്നും, പരിശുദ്ധ അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും അമ്മയായി ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണെന്നും, നമുക്ക് നമ്മുടെ അമ്മമാരെ പോലെ സമ്മാനങ്ങൾ പോലും വാങ്ങിത്തരുന്ന ഒരു ഇടപെടലാണ് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം ഈ ലോകത്ത് ക്രമീകരിച്ചിരിക്കുന്നതെന്നും നമ്മൾ തിരിച്ചറിയുകയാണ്. ആ ഒരു മാതൃഭക്തി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ വളർത്തിയെടുക്കണം. ഇന്ന് പല വ്യത്യസ്ത സഭാ സമൂഹങ്ങൾ പരിശുദ്ധ അമ്മയെ അംഗീകരിക്കാത്തവരുണ്ട്. കത്തോലിക്കായ സഭയിൽ ആയിരുന്നിട്ടും പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു സ്നേഹക്കുറവ്, പരിശുദ്ധ അമ്മയെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ട്, ആരോ എന്തോ ഒക്കെ പറഞ്ഞതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ സഭ വിട്ട് മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുന്നവരൊക്കെയുണ്ട്. ഇവരൊക്കെ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. പരിശുദ്ധ അമ്മ, യേശുവിൻ്റെ അമ്മ ഇന്നും ജീവിക്കുന്നവളാണെന്നും, യേശുവിൻ്റെ അമ്മ സഹായിയായി നമ്മുടെ കൂടെ നടക്കുന്നവളാണെന്നും, യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തെ നമ്മുടെ ഇടയിലേക്ക് അയച്ചിരിക്കുന്നത് പുത്രനായ യേശു ക്രിസ്തു തന്നെയാണെന്നും തിരിച്ചറിയേണ്ട സമയമായി സഹോദരങ്ങളെ. ഈ അമ്മയെ അമ്മയായി ഏറ്റെടുക്കേണ്ട സമയം വന്നു കഴിഞ്ഞു. ഈ ലോകത്തുള്ള സകല മക്കൾ, അവനെന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ ഇടയിൽ നമ്മൾ ബന്ധുമിത്ര ആരെങ്കിലുമൊക്കെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ബോധ്യമില്ലാതെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ നമ്മളിലൂടെ അവരിൽ എത്തപ്പെടണം. കാരണം അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പരിശുദ്ധ അമ്മയെ നമ്മളൊക്കെ അമ്മയായി സ്വീകരിക്കുക എന്നുള്ളത് അത് സ്വർഗത്തിൻ്റെ ആവശ്യമാണ്, അത് ഈശോയുടെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, കഞ്ചിക്കോട്ടെ റാണി ചേച്ചിക്ക് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ ഈ അത്ഭുത ജപമാല അത് ചേച്ചിയുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറുകയാണ്. ജപമാലയുടെ സുഗന്ധം പലപ്പോഴും അത് ഇങ്ങനെ വ്യാപിക്കുവാനായിട്ട് തുടങ്ങുന്നു. ഈ ജപമാല എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവ അനുഭവം അവിടെ കൂടിയിരിക്കുന്ന പലർക്കും ഉണ്ടാകുന്നു. അങ്ങനെ ഈ ജപമാല കൂടുതലായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ജപമാല ഭക്തി പരിശുദ്ധ അമ്മ ചേച്ചിയിലൂടെ ഈ സമൂഹത്തിന് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ സ്വർഗീയ ദൂതുകൾ സ്വീകരിക്കുമ്പോൾ
കഞ്ചിക്കോട്ടെ റാണി ജോണിലൂടെ നമുക്ക് ദൈവം നൽകിയ ഈ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന എപ്പിസോഡുകളിൽ ഈ റാണി ജോണിലൂടെ ദൈവം നമുക്ക് നൽകിയ വിവിധ രീതിയിലുള്ള സന്ദേശങ്ങളും ദൈവിക ഇടപെടലുകളും നാം മനസ്സിലാക്കുവാൻ പരിശ്രമിക്കും. ഇന്ന് നമുക്ക് ഒന്നു ചേർന്ന് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരും ഒപ്പം നിങ്ങളുടെ കുടുംബങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.